ഈ വീഡിയോയിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഓസിലേറ്റേഴ്സിനെ പറ്റിയിട്ടാണ് നോക്കുന്നത്. സോ ടൈപ്സ് ഓഫ് ഓസിലേറ്റേഴ്സ് നമുക്ക് ബേസിക്കലി 4 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്ന് ബേസ്ഡ് ഓൺ ഔട്ട്പുട്ട് വേവ് ഫോം, അടുത്തത് ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക് കമ്പോണൻസ്, ബേസ്ഡ് ഓൺ മെക്കാനിസം, ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി റേഞ്ച്. ഇതിൽ ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറയുമ്പോൾ സൈനസോയിഡൽ വേവ് ഫോമിന് പുറമെ സ്ക്വയർ വേവ് ഫോം, ട്രയാങ്കുലർ വേവ് ഫോം, അങ്ങനെ പലതരം വേവ് ഫോംസ് തരുന്ന ഓസിലേറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഫീഡ്ബാക്ക് കമ്പോണൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഫീഡ്ബാക്ക് കമ്പോണൻസിനെ ബേസ് ചെയ്തിട്ട് പറയുമ്പോൾ നമുക്ക് RC ഓസിലേറ്റർ, LC ഓസിലേറ്റർ, ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഈ RC ഓസിലേറ്ററിന്റെ അടിയിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഒക്കെ. LC ഓസിലേറ്ററിന്റെ എക്സാമ്പിൾസ് ആണ് ഹാർട്ട്ലേ, കോൾപിറ്റ്സ്, ക്ലാപ്പ് ഒക്കെ. ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ എക്സാമ്പിൾസ് ആണ് ക്വാർട്സ് ക്രിസ്റ്റൽ, പിയേഴ്സ് ക്രിസ്റ്റൽ, മില്ലർ ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ്. ബേസ്ഡ് ഓൺ മെക്കാനിസം ആണെങ്കിൽ നെഗറ്റീവ് റെസിസ്റ്റൻസ് ഓസിലേറ്റർ, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഓസിലേറ്റേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫീഡ്ബാക്ക് ഓസിലേറ്ററിന്റെ വൺ ഓഫ് ദ എക്സാമ്പിൾ ആണ് UJT റിലാക്സേഷൻ ഓസിലേറ്റർ എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി റേഞ്ചിലാണെങ്കിൽ നമുക്ക് ഓസിലേറ്റേഴ്സിനെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. AFO, ദാറ്റ് ഇസ് ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ, അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ് വരെയാണ്. രണ്ടാമത്തെ റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ RFO, അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 20 കിലോ ഹെർട്സ് ടു 30 മെഗാ ഹെർട്സ് വരെയാണ്. മൂന്നാമത്തത് VHF, വെരി ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ, അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 30 മെഗാ ഹെർട്സ് ടു 300 മെഗാ ഹെർട്സ് വരെയാണ്. അടുത്ത UHF, ദാറ്റ് ഇസ് അൾട്രാ ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ, റേഞ്ച് എന്ന് പറയുന്നത് 300 മെഗാ ഹെർട്സ് ടു 3 ഗിഗാ ഹെർട്സ് വരെയാണ്. UHF കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് മൈക്രോവേവ് ഓസിലേറ്റർ ആണ്, MWO, അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എബൌട്ട് 3 ഗിഗാ ഹെർട്സ് വരെയുള്ള സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസിലേറ്റേഴ്സ് ആണ്. സോ ഇതാണ് നമ്മുടെ ഓസിലേറ്റേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ.